ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ല അടിപൊളിയൊരു സ്നാക്സ് റെസിപ്പിയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളിതിൽ ഉരുളക്കിഴങ്ങും അതുപോലെ കോഴിമുട്ടയാണ് മെയിനായിട്ട് ചേർക്കുന്നത്. ചിക്കനും ബീഫും ഒന്നും ഇല്ലെങ്കിലും നല്ല അടിപൊളി സ്നാക്സ് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ അതാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. ഇതിനായിട്ട് ഞാനിവിടെ 3 ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തതിന് ശേഷം ഒന്ന് വേവിച്ചെടുത്തതാണ്. ഇങ്ങനെ വേവിച്ച ഉരുളക്കിഴങ്ങ് നമുക്കൊന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ മിക്സിയിലൊന്നിട്ട് അടിക്കാതെ ഒരു സ്പൂണോ ഫോർക്കോ വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം. പിന്നെ വേണ്ടത് കോഴിമുട്ടയാണ്. ഞാനിവിടെ 3 കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. അതും ഈ പറഞ്ഞ പോലെ തന്നെ നന്നായിട്ടൊന്ന് വേവിച്ച് തൊലിയൊക്കെ കളഞ്ഞ് വെച്ചതാണ്. ഇനി നമുക്ക് ഈ കോഴിമുട്ട ഉടച്ച് വെച്ച ഉരുളക്കിഴങ്ങിലേക്ക് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് പൊടിച്ച് കൈകൊണ്ട് തന്നെ പൊടിച്ചിട്ടിട്ടാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇതുപോലെയാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് പച്ചമുളകാണ്. പച്ചമുളക് ഞാനിതുപോലെ നന്നായിട്ട് പൊടിയായിട്ട് മുറിച്ചെടുത്തതാണ്. ഒരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ചധികം മല്ലിയില ഇതുപോലെ ചെറുതാക്കി മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല എരിവൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ചധികം കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതിനുശേഷം കൈകൊണ്ട് തന്നെ നന്നായിട്ട് ഇത് കുഴച്ചെടുക്കാം. ഇതിൽ നമ്മൾ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇതുപോലെ ഇരിക്കും കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലോട്ട് ഇതിനെ മാറ്റാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇത് ഇഷ്ടമുള്ള ഒരു ഷേപ്പിലോട്ട് മാറ്റാം. ഞാനിത് ഒരു കട്ട്ലേറ്റിനൊക്കെ ഒരു ഷേപ്പ് പോലെ ആക്കിയതാണേ. പിന്നെ നമുക്ക് വേണ്ടത് മൈദയാണ്. ഞാനിവിടെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരുപാട് ഒഴിക്കാതെ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 3/4 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. പക്ഷെ അത് മുഴുവനും ഒഴിച്ചിട്ടില്ല കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില ഇതുപോലെ പൊടിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് നോക്കുക. മിക്സ് ചെയ്യുന്ന സമയത്ത് വെള്ളം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതാ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. കട്ടകളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. ഓവറായിട്ട് ലൂസായി കഴിഞ്ഞാൽ നമ്മുടെ ഈ ബാറ്റർ നമ്മുടെ ഈ സ്നാക്സിൽ പിടിക്കത്തില്ല. അതുകൊണ്ടാണ് ആദ്യം തന്നെ നമ്മൾ ഒത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കാത്തത്. ഇതുപോലെ വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഈ പഴംപൊരിയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ തന്നെ. എന്നിട്ട് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായതിന് ശേഷം നമുക്ക് ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരുപാട് സമയം നമുക്കിങ്ങനെ ഇട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഓൾറെഡി ഉരുളക്കിഴങ്ങും മുട്ടയൊക്കെ വെന്ത് കഴിഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് നമുക്ക് ഈ മുകളിലത്തെ ഈ കോട്ടിങ് മാത്രം ഒന്ന് ഫ്രൈ ആവാനേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ഓരോന്നായിട്ട് മറിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മടിക്കരുത്. അപ്പോൾ ഇതാ ഞാനെല്ലാം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഓരോന്നും അടുത്ത് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് പിന്നെ ഞാൻ കാണിക്കുന്നില്ല. ലാസ്റ്റായിട്ട് നമ്മുടെ ബാറ്റർ കുറച്ച് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഞാനൊരു നേന്ത്രപ്പഴം ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 മിനിറ്റ് ഇതുപോലെ അങ്ങ് വെച്ചേക്കാം. ഞാൻ ഈ വീഡിയോയിൽ ഇത് കാണിക്കാൻ കാരണം നമുക്ക് പലപ്പോഴും ഇതുപോലെ ഓരോ പലഹാരം ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ കുറച്ച് മാവൊക്കെ ബാക്കി വരും. അങ്ങനെയുള്ള ടൈമിൽ ഇതുപോലെ കുഞ്ഞു ഐഡിയാസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വെറൈറ്റി ആയിട്ട് വേറെ ഒരുപാട് സ്നാക്സ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അതൊന്ന് ഞാൻ ജസ്റ്റ് കാണിച്ചതേ ഉള്ളൂ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സാധാരണ ഒരു പഴംപൊരീൻ്റെ ടേസ്റ്റ് അല്ല ഉണ്ടാവുക. കാരണം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത അതേ മാവിലേക്കാണ്. പിന്നെ അത് ഫ്രൈ ചെയ്ത എണ്ണയാകുമ്പം കുറച്ച് മുട്ടയുടെയും ഉരുളക്കിഴങ്ങിൻ്റെയൊക്കെ ഒരു ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ ഒരു സാധാ പഴംപൊരി കഴിക്കുന്നതിനെക്കാട്ട് കുറച്ചൊരു വെറൈറ്റി ആയിട്ട് ഈ ഒരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോൻ്റെ കൂടെ അതും കൂടി ഒന്ന് കാണിച്ചിട്ടുണ്ടായേ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതാ നമ്മുടെ പഴം ഇവിടെ നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ മെയിൻ താരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ രണ്ടും കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കണേ. ഇതുപോലത്തെ വെറൈറ്റി റെസിപ്പികളായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ഇതിൽ കറിവേപ്പിലൊക്കെ കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ എന്താ പറയുക, അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഒന്ന് ഷെയറും ചെയ്ത് കൊടുത്തേക്ക്. നമുക്ക് എന്തായാലും അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണണം. അതുവരേക്കും ബൈ.